മുൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുന്നു. ഈ സപ്ലൈകോയിലെ സബ്സിഡിയുള്ള 13 ഉൽപ്പന്നങ്ങളുടെ ഭക്ഷ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഒരു അനുമതി കഴിഞ്ഞ ദിവസം മന്ത്രിസഭ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പൊതുവിപണിയെ ബാധിക്കില്ലേ? ഇത് വലിയ തോതിൽ പൊതുവിപണിയിലേക്ക് ഈ വിലക്കയറ്റം തിരിച്ചു വരുന്ന സാഹചര്യം വരും. ഇതിൻ്റെ ബുദ്ധിമുട്ട് പൊതുജനത്തിന് തന്നെ അവരുടെ ചുമലിലേക്ക് വരുന്ന നിലയിലാണ്. കാരണം ഈ സപ്ലൈകോയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പൊതുവിപണിയേക്കാൾ വില കുറഞ്ഞ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് അത് സാധിക്കാതെ പോകുമ്പോൾ സിവിൽ സപ്ലൈസിൽ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ നിത്യോപയോഗ 13 സബ്സിഡി സാധനങ്ങൾ വില വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പൊതുവിപണിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഒപ്പം തന്നെ ജനങ്ങൾക്ക് വില വർധനവ് നേരിട്ട് അവരെ ബാധിക്കുന്ന നിലയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ പൂർണ്ണമായും പൊതുവിതരണ സംവിധാനം താളം തെറ്റി നിൽക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ അടിയന്തര പ്രമേയത്തിലും ബഡ്ജറ്റ് ചർച്ചാ വേളയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള സാഹചര്യം വരാനുള്ള കാരണം ഗവൺമെൻറ് കൃത്യമായൊരു സാമ്പത്തിക സംരക്ഷണം സപ്ലൈകോയ്ക്ക് നൽകാൻ കഴിയാത്തതുകൊണ്ടാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഈ ബഡ്ജറ്റിലും ഒക്കെ നാമമാത്രമായ തുക വെക്കുകയും ആ തുക തന്നെ 2022-23 ഞാൻ ഓർക്കുന്നു, ₹1 പോലും സപ്ലൈകോയ്ക്ക് മാർക്കറ്റ് ഇൻ്റർവെൻഷന് ഗവൺമെൻറ് നൽകിയിട്ടില്ല. അപ്പോൾ പൂർണ്ണമായും സാമ്പത്തികമായ ഒരു പിന്തുണ നൽകാൻ ഗവൺമെൻറ്റിന് കഴിയാതെ പോകുന്നതാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് ഒരു കൂട്ടുത്തരവാദിത്തമില്ലായ്മയാണ്. ഞങ്ങളതാണ് കഴിഞ്ഞ ദിവസം വളരെ കൃത്യമായി വളരെ അടിവരയിട്ട് പറഞ്ഞാണ്. അതിൻ്റെ അകത്ത് ബഡ്ജറ്റ് പ്രൊവിഷൻ കൃത്യമായ നിലയിൽ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇനി അതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? അതില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു പ്ലാൻ വെക്കാൻ പോലും സപ്ലൈകോയ്ക്കും കഴിഞ്ഞിട്ടില്ല. നേരത്തെ UDF സർക്കാരിൻ്റെ കാലത്തൊക്കെ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതെങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്? ഞങ്ങൾ അതിനകത്ത് ഗവൺമെൻറ് കൂടുതൽ തുക അതിന് നൽകുമായിരുന്നു. ഒപ്പം തന്നെ മറ്റ് വിൽപ്പന, ഞാൻ അതാണ് പറഞ്ഞത്, സപ്ലൈകോയ്ക്ക് വേറൊരു പ്ലാൻ ഉണ്ടാവണം. മറ്റ് വിൽപ്പനകൾ വർദ്ധിപ്പിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കണം. അതായത് ഇപ്പോൾ ഈ സബ്സിഡി അല്ലാത്ത സാധനങ്ങൾ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾസ് ബസാറിലും ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വിതരണം കൃത്യമായ നിലയിൽ കൊണ്ടുവരാൻ കഴിയും. അതിൻ്റെ വിതരണം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ലാഭമാണല്ലോ, ആ ലാഭത്തിലത് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 വിഷയങ്ങൾ വന്നിരിക്കുന്നത് നെല്ല് സംഭരണം, ഒപ്പം തന്നെ ഈ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി, ഇതടക്കം ഒരുപാട് സ്കീംസ് ഇപ്പോൾ സപ്ലൈകോ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഗവൺമെൻറ് കൂടുതൽ സബ്സിഡി നൽകിയേ മതിയാവുകയുള്ളൂ. മറ്റൊരു വിഷയം UDFൽ നിന്ന് വ്യത്യസ്തമായി വന്നിരിക്കുന്ന വിഷയം, ഇവർ 2016 മുതൽ വില സ്റ്റേബിളായിട്ട് നിർത്തുന്നു എന്ന് പറയുകയും അതനുസരിച്ച് ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുക്കുകയും ചെയ്തില്ല. 2016 മുതൽ ഇവരെടുത്ത നയപരമായ പാളിച്ചയാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത്. പൂർണ്ണമായും ഗവൺമെൻറ് ഫണ്ട് കൊടുത്തേ കഴിയുള്ളൂ. കാരണം 2016 മുതലുള്ള നഷ്ടം വളരെ വർദ്ധിച്ചല്ലോ. 2016 5 വർഷം, 2021 ആയപ്പോഴും സപ്ലൈകോ ഒരു പരുവമായി. കഴിഞ്ഞ 5 വർഷത്തെ ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ നയപരമായ പാളിച്ചയുടെ പ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒറ്റ മാർഗം എന്ന് പറയുന്നത് ഗവൺമെൻറ് കൃത്യമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ച്, പക്ഷേ അവരുടെ ഇടുക്കി പാക്കേജ് പോലെ ആയി പോകുമെന്നുള്ളതാണ് എൻ്റെ സംശയം. ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് കൊടുത്താൽ, കൃത്യമായൊരു നല്ലൊരു ഫണ്ട് ബാക്കപ്പ് കൊടുത്താൽ മാത്രമേ ഇനി സപ്ലൈകോയ്ക്ക് മുമ്പോട്ട് വരാൻ കഴിയുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വർദ്ധിപ്പിച്ച് വില കൂടുതൽ വർദ്ധിപ്പിച്ച് പിന്നെ എന്താ പ്രയോജനം? എന്താ കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്? സപ്ലൈകോയെ തകർക്കാനുള്ള നീക്കം അത് കുത്തകകളെ സഹായിക്കാൻ വേണ്ടിയാണ് നടക്കുമ്പോൾ ആക്ഷേപം ഇന്നലെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതെ, ഞങ്ങൾ പറഞ്ഞതാണല്ലോ, മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ കേന്ദ്രങ്ങൾ തകർന്നു കഴിഞ്ഞാൽ സ്വകാര്യ കുത്തകകളെ സഹായിക്കുന്ന നിലയിലേക്ക് വരുന്നു, നേട്ടം കൊയ്യുന്ന നിലയിലേക്ക് വരുന്നു. പൊതുവിതരണ സംവിധാനം തകർന്നാൽ സ്വാഭാവികമായിട്ടതാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പ്രയോറിറ്റി എവിടെയാണ്? ഗവൺമെൻറ് പ്രയോറിറ്റി പൊതുവിതരണ സംവിധാനം, മരുന്നുകൾ നൽകുന്നത്, അടിസ്ഥാന സൗകര്യങ്ങളായ മറ്റ് ഭവന നിർമ്മാണം, ലൈഫ് പദ്ധതി, ഇതിനൊക്കെ കൂടുതൽ തുക വകയിരുത്താന്നുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് പ്രയോറിറ്റി മാറിപ്പോയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്.